ഹായ് ഫ്രണ്ട്സ്, വെണ്ണ പോലെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ക്യാരറ്റ് പോള ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഒന്ന് കണ്ടു നോക്കാം. ഒരു 3-4 ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു കപ്പ് വെള്ളത്തിൽ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ജാറിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ പാൽപ്പൊടിയും 1.5 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 3 ഏലക്കയും പിന്നെ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് അടിച്ചെടുത്ത് വരാം. ഇതിപ്പോൾ നന്നായി അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് ഇനി 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു അണ്ടിപ്പരിപ്പും ബദാമും എടുത്തിരിക്കുന്നത്. ഇത് ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ മുരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ ചട്ടിയിലേക്ക് ഇനി നമ്മൾ ക്യാരറ്റ് അടിച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി പരത്തി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം. വേവിക്കാൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, അടിയിലൊരു പാത്രം വെച്ചിട്ട് വേണം വെക്കാൻ, അല്ലെങ്കിൽ അടി പിടിക്കുള്ളൂ. അതുകൊണ്ട് ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലാണ് ഞാനിത് വെക്കുന്നത്. ഒരു പാത്രം വെച്ചിട്ട് വേണം ഇത് വെക്കാൻ. ഇനി അതുപോലെ വെക്കുന്നുണ്ട്. നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും ബദാമും ഇതിൻ്റെ മേലെ നട്ട് കൊടുക്കുക. ഇത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വേവിക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ. ലോ ഫ്ലെയിമിലിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ച് എടുക്കാം. ഇതിപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. 20 മിനിറ്റ് ആയിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ടേസ്റ്റിയായ ക്യാരറ്റ് പോള ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ എത്ര മനോഹരമാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വായിലിട്ടാൽ നലിഞ്ഞു പോകുന്നു. ക്യാരറ്റ് കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെക്കും ബായ്.